ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ഒരു പെർഫ്യൂമാണ് ഫെറോഷെ പോർഹോ. നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല, റഡാറിൽ പെടാത്തൊരു പെർഫ്യൂമാണ്, വളരെ യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അത് പറയാൻ കാരണം ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഫോർ എവറിൻ്റെ ഒരു ഇൻസ്പയർഡ് വെർഷനാണ് ഈ ഒരു പെർഫ്യൂം. ഞാനൊരു 2-3 ദിവസം ഇത് ട്രൈ ചെയ്തു. അടിപൊളി പെർഫ്യൂമാണ്. കാരണം ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഫോർ എവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഏറ്റവും മികച്ച പെർഫ്യൂം ഒന്നുകിൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അത് റീഫോർമുലേറ്റ് ചെയ്യും. ഇപ്പോൾ അത് വാങ്ങാൻ കിട്ടില്ല, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വളരെ പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പയർഡ് ആണ് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ഫെറോഷെ. ഈ ഒരു പെർഫ്യൂം നമുക്ക് പാക്കേജിങ് വളരെ മിനിമൽ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. പ്രത്യേകിച്ച് പാക്കേജിൽ പറയാനൊന്നുമില്ല. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ബോട്ടിൽ അല്പം ഭാരമുണ്ട്. ഒരു പ്രത്യേകതരം ബോട്ടിൽ ഡിസൈൻ, ഒരു ബാസ്ക്കറ്റ് പോലുള്ള മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ ആയിട്ടുള്ള ക്യാപ്പാണ്. ഇവിടെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ പ്രൊഫൈൽ പറയാം. പ്രൊഫൈല് സിട്രസ്, വുഡി, അരോമാറ്റിക്, ആംബർ, സോഫ്റ്റ്, സ്പൈസി. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രേപ്പ് ഫ്രൂട്ടാണ് ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ടും ലെമണും ടോപ്പ് നോട്ടിൽ, മിഡിൽ നോട്ടിൽ പിങ്ക് പെപ്പർ, ബേസ് നോട്ടിൽ വുഡി, ആംബർ. ഓക്കെ, ഇത് ട്രൈ ചെയ്യാം. നല്ല സ്പ്രെയർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്രേപ്പ് ഫ്രൂട്ട് ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ലൈറ്റ് ബ്ലൂ ഫോർ എവർ. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു പച്ചപ്പും പുളിപ്പും ഒരു പച്ച നിറത്തിലുള്ള ഓറഞ്ച് തൊലിക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ല്. ഓറഞ്ചിനോടൊപ്പം തന്നെ ഓറഞ്ചിൻ്റെ ഇല, നാരക ഇല. നിങ്ങൾക്കറിയാം, നാരക ഇല അല്പം കട്ടി കൂടിയ അല്ലെങ്കിൽ പച്ച നിറം നല്ല തിളക്കമുള്ള ഇലയായിരിക്കും നാരക ഇലയ്ക്ക്. ആ ഇല ഒന്ന് കീറിയിട്ടൊന്ന് സ്മെല്ല് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓറഞ്ചും തൊലി ഉരിച്ച് ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹെർബൽ നോട്ട്, ഒരു ഗ്രീൻ സൈഡിലേക്കാണ് ഈ പെർഫ്യൂം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ലെമണിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. ഗ്രീൻ സൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെട്ടിപ്പർ ചേർത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് പെപ്പറിന് ഒരു സ്വീറ്റ്നസ് ഉണ്ട്. അത് മിഡിൽ നോട്ടിൽ ഒരു സ്വീറ്റ് പിങ്ക് പെപ്പർ നോട്ട് വരും. ഒരു യുണീക്ക് പെർഫ്യൂമാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമേ അല്ല. മെയിൻ കാരണം ലൈറ്റ് ബ്ലൂ ഫോർ എവർ ആണ് ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പെർഫ്യൂം ട്രൈ ചെയ്യാനേ പറ്റില്ല. സോ അതിന് പകരം നിങ്ങൾ ഈ ഒരു പെർഫ്യൂം വാങ്ങുക. മികച്ചൊരു പെർഫ്യൂമാണ്. ഫ്രഷ് പെർഫ്യൂം, ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ ഒരു പെർഫ്യൂം ഏറ്റവും മികച്ചൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്രീൻ ഫ്രഷ് സിട്രസ് എന്ന് പറയുമ്പോൾ ലെമണാണ് കൂടുതലും ആ ഒരു സിട്രസ് എഫക്റ്റ് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ മാൻഡറിൻ, ബെർഗാമോ, പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ടാണ് ഇതിലെ താരം. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഏറ്റവും ഫ്രഷ് ക്ലീൻ ഗ്രേപ്പ് ഫ്രൂട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ നമുക്കതൊരു സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ സ്മെല്ല് വരാൻ പാടില്ല. പക്ഷേ ഇത് വളരെ സിമിലറാണ്, ഒറിജിനലുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. കുറേ കൂടി ഒരു നാച്ചുറൽ സൈഡിലേക്കാണ് ഈ പെർഫ്യൂമിൻ്റെ ഒരു ചായ്വ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നില്ല, ഒരു കൃത്രിമത്വം ഈ പെർഫ്യൂമിലില്ല. പിന്നെ മിഡിൽ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഞാൻ പറഞ്ഞതുപോലെ പിങ്ക് പെപ്പറിൻ്റെ മണവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഗ്രീൻ ഹെർബൽ ബൊട്ടാണിക്കൽ ഫ്രഷ് ക്ലീൻ സ്മെല്ലായിട്ട് മാറും. ഓഫീസിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ പലരും ഫ്രഷ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നുണ്ടാകും. അതൊക്കെ വളരെ കോമൺ ആയിരിക്കും. നമുക്ക് സാധാരണ കിട്ടുന്ന മണം തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒന്നെങ്കിൽ ഇൻവെക്ടസിൻ്റെ മണം, അല്ലെങ്കിൽ YSL EDPയുടെ മണം, അല്ലെങ്കിൽ ബ്ലൂഡേ ഷാനലിൻ്റെ മണം, ഡിയോർ സവാഷിൻ്റെ മണം, ഡിലൻ ബ്ലൂവിൻ്റെ മണം. ഇതിലൊന്നിനും പെടാത്ത ഒരു യുണീക്ക് പെർഫ്യൂമാണ് ഫെറോഷെ. സോ ഇത് ഫ്രഷ് പെർഫ്യൂം ഓഫീസിൽ യൂസ് ചെയ്യാൻ ഒരു പെർഫ്യൂം ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. ഇത് ഉപയോഗിക്കേണ്ട ഒക്കേഷൻ എന്ന് പറയുന്നത് എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ മനസ്സിലായത്, ഞാൻ ഇന്ന് അടിച്ചു. ഞാൻ ഇന്നല്ല 2-3 ദിവസം ഇത് ട്രൈ ചെയ്തുകൊണ്ട് ഇന്ന് അടിക്കാൻ കാരണം വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഈ പെർഫ്യൂം അടിച്ചിട്ടാണ് പോയത്. എനിക്കത് നന്നായിട്ട് മണം ആസ്വദിക്കാൻ പറ്റി. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ അങ്ങനെയുള്ള ജോലി, വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്നവർക്ക്, ഓഫീസിൽ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ജോലി സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വിയർപ്പിൻ്റെ ആ ഒരു ഗന്ധം മാറാനും കുറച്ചും കൂടി ഊർജ്ജസ്വലനായിട്ട് വർക്കൗട്ട് ചെയ്യാനും ഈ ഒരു പെർഫ്യൂം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ യാത്രകളൊക്കെ ചിലപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള രാവിലെ ഉള്ള സാഹചര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ വെയിലത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ നട്ടുച്ചയ്ക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ യൂസ് ചെയ്യാം. നല്ലപോലെ വെയിൽ തട്ടുമ്പോൾ ഒരുപാട് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. പിന്നെ ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ കാഷ്വൽ മീറ്റിങ്ങിന് പോകുമ്പോൾ, പിന്നെ കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ ഫ്രഷ് സ്മെല്ല്, വളരെ യൂണീക്കായിട്ടുള്ള പെർഫ്യൂം. യാത്രകൾ, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമുക്കൊരു എനർജി കിട്ടാനായിട്ട്, ഒരു ചുറുചുറുക്ക് അല്ലേ, ഒരു ഉറക്കമില്ലാതെ ക്ഷീണം തോന്നാതെ നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം പെർഫ്യൂംസ് യൂസ് ചെയ്യാം. കുളി കഴിഞ്ഞ് വരുമ്പോൾ വേണം ഇത് ട്രൈ ചെയ്യാൻ, എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. കിട്ടി ഉടനെ എടുത്ത് അടിക്കരുത്. കുളി കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്യണം. ഭയങ്കര റിലാക്സ്ഡ് ആവും. മനസ്സൊരു കൂൾ, ഒരു കാം, എന്താ പറയുക, ഒരു ശാന്തത, മനസ്സിലൊരു ഒഴുകി വരുന്ന പോലെ ഒരു ഫീൽ കിട്ടും. ചില പെർഫ്യൂമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ ആ ഒരു ഫീൽ തരാൻ കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സോ പെർഫോമൻസ് വരുന്നത് ഇതിന് ഏകദേശം 6 മുതൽ 7 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ലോങ്ജിവിറ്റി. പിന്നെ ആദ്യത്തെ 2.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ഒരു 6-6.5 മണിക്കൂർ ഒന്ന് ടോപ്പ് വേണ്ടി വരും. സോ അത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ 6-7 മണിക്കൂർ ഐഡിയൽ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് സ്പോട്ടാണെന്ന് പറയാം. ആരിസ് ഇൻറ്റൻസ് ബൈ അർബിയാത്ത്.
ലതാഫ കംറ ഇറക്കി വിജയിച്ചു. ഏഞ്ചൽസ് ആൻഡ് ഷെയറിന്റെ DNA ആണ്. ആ സെയിം DNA വെച്ച് അറബിയാത്ത് ആരിസ് എന്ന പേരിൽ ഒരെണ്ണം ഇറക്കി. ആ ഒരു പെർഫ്യൂമാണ് കയ്യിലുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ലതാഫ കംറ. പക്ഷേ ഇപ്പോഴത്തെ ബാച്ച് വളരെ പൂറാണ്. എങ്കിൽ ഒരെണ്ണം ആരിസ് എന്തായാലും ചെയ്തിട്ടുണ്ടല്ലോ. വർക്ക് എങ്ങനെയെന്ന് അറിയണം. അറബിയാത്തിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുന്ന കരുതി വാങ്ങി. 2 ആഴ്ച കയ്യിലെത്തിയിട്ട് ഞാൻ വൈകുന്നേരം രാത്രിക്ക് ഉപയോഗിച്ച് നോക്കി. അതിൻ്റെ അഭിപ്രായമാണ് പറയാനുള്ളത്. പ്രസൻറ്റേഷൻ നല്ലൊരു പ്രസൻറ്റേഷനാണ്. കട്ടിയുള്ള ബോക്സ് പൊക്കിയെടുക്കുക. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പുറകിലുണ്ട്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. നല്ല പ്രസൻറ്റേഷൻ. ഇതൊരു ബെൽ ബട്ടൺ, ഒരു പഞ്ഞുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. ഇവിടെ രസമുണ്ട്. ഈജിപ്തിലേക്ക് മമ്മിയുടെയൊക്കെ മമ്മിയുടെ കൂടെ തന്നെ വെക്കുന്ന സർക്കോഫാഗസിന് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു തലയുടെ ആ ഒരു ഷേപ്പും തുറക്കുമ്പോൾ അകത്ത് മമ്മി ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ബോട്ടിൽ ഡിസൈൻ കണ്ടില്ലേ. ഇവിടെ അറബിയാത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. ഭാരമുള്ളൊരു ബോട്ടിൽ, നല്ല ബോട്ടിലാണ്. ക്യാപ്പ് മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല. ക്വാളിറ്റി ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും. ടോപ്പ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വാനില, സ്വീറ്റ്, ആംബർ, പൗഡറി, കാരമൽ, ടൊബാക്കോ. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ള ടോപ്പ് നോട്ടിൽ സാഫ്രോൺ, നട്ട്മെഗ്, ഓറഞ്ച്. മിഡിൽ നോട്ടിൽ കാരമൽ, ആംബർ, ഓറിസ്, റോസ്. ബേസ് നോട്ടിൽ വാനില, ടോങ്കബീൻ, ആംബർ, ടൊബാക്കോ. ട്രൈ ചെയ്യാം. നല്ല സ്പ്രെയർ, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. നമുക്ക് ഈ ലതാഫ ഖംറ ഇപ്പോഴത്തെ ബാച്ച് ട്രൈ ചെയ്യുമ്പോൾ ഓപ്പണിങ്ങിൽ ഒരു ചെറിയ ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ആൽക്കഹോൾ ബ്ലാസ്റ്റ് എന്നുള്ള സാധനമില്ല. കുറേ കൂടി ഏഞ്ചൽസ് ആൻഡ് ഷെയറുമായിട്ടാണ് ഈ DNA ഷെയർ ചെയ്യുന്നത്. ലതാഫ ഖംറ ശരിയാണ്, ഏഞ്ചൽസ് ആൻഡ് ഷെയറിൻ്റെ DNA കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിലും അതിന് അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. അല്പം വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇത് കുറേ കൂടി ചേർന്നിരിക്കുന്നത് ഏഞ്ചൽസ് ആൻഡ് ഷെയറിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൽ ഏഞ്ചൽസ് ആൻഡ് ഷെയറിൻ്റെ ആ ഒരു ഡേറ്റ്സ്, സ്വീറ്റ്, കാരമൽ, ഹണി, ഈ ഉണക്കമുന്തിരി കാരമലുമായിട്ട് ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ. ഉണക്കമുന്തിരിയുടെ ഒരു തിക്ക്, ജാമി, സിറപ്പി, ഡേറ്റ്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വാറ്റിയ ഒരു മണം. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു തൈലം പോലെ സ്വീറ്റ്, ഡാർക്ക്, കട്ടി കൂടിയ തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു ഡാർക്ക് ജാമി, സ്വീറ്റ്, സിറപ്പി സ്മെല്ലാണ് കൂടുതൽ വരുന്നത്. ഒപ്പം കാര്യം ഇതിനകത്ത് സ്പൈസിനെസ് ഉണ്ട്, സിനമൺ ഉണ്ട്, ഈ പറഞ്ഞ ഡേറ്റ്സിൻ്റെയും ഉണക്കമുന്തിരി ഇതൊക്കെ ഇട്ട് വാറ്റിയ സ്മെല്ല് ഉണ്ടെങ്കിൽ പക്ഷേ പുറത്ത് നിന്ന് സ്മെല്ല് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതലും കിട്ടുന്നത് കാരമലിൻ്റെ മണമാണ്. വാനില, കാരമൽ, ടോങ്കബിൻ, ഈ 3 നോട്ടാണ് പുറത്ത് നിന്ന് സ്മെല്ല് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വീറ്റ് പെർഫ്യൂമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു സ്വീറ്റ് പെർഫ്യൂം, സ്വീറ്റ് സെഡക്റ്റീവ് ആയിട്ടുള്ള മണമായിട്ടാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കയ്യിൽ വെച്ച് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടൊബാക്കോ കിട്ടും, സിനമൺ കിട്ടും, പിന്നെ കാരമൽ, ആംബർ, ടോങ്കബീൻ, വാനില, സാഫ്രോൺ, ഇതെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് സ്മെല്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു മിക്സർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എയറിൽ കിട്ടുന്നത് വാനില, ടോങ്കബീൻ, കാരമൽ, പിന്നെ ഡേറ്റ്സ്. ഈ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും ഈ ഈന്തപ്പഴത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഉണക്കമുന്തിരിയുടെ ഒക്കെ ഒരു ചേർന്ന് വരുന്ന ഒരു മണമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഒരു കൊഴുത്ത മണം, തിക്കായിട്ടുള്ളൊരു സ്മെല്ല്. സോ ഇത് ആര് യൂസ് ചെയ്യണം? ഇത് സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, സ്വീറ്റ്, ഡാർക്ക് എന്ന് പറയുമ്പോൾ ഒരുമാതിരി തലകുത്തുന്ന ഡാർക്ക് അല്ല, സ്വീറ്റ് പെർഫ്യൂം, സ്വീറ്റ് വിത്ത് ഡാർക്ക് സൈഡ്. ഇപ്പോൾ ഡോൾച്ചൻ ഗബാന, ഇത് 1 EDP, അതുപോലെ തന്നെ നിങ്ങൾക്ക് JPG ലെമേൽ എലിക്സർ, JPG ലെമേൽ ലെ പെർഫ്യൂം, അർമാനി സ്ട്രോങ് വിത്ത് പെർഫ്യൂം, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം ഇഷ്ടപ്പെടും. ലതാഫ ഖംറ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പെർഫ്യൂം ഇഷ്ടപ്പെടും. സോ നിങ്ങൾക്ക് വേണ്ടത് ഏഞ്ചൽസ് ആൻഡ് ഷെയറിൻ്റെ ഒരു മണം, അതേ ക്വാളിറ്റി വേണം, സിന്തറ്റിക് ആവരുത്, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം, ആരിസ് ഇൻറ്റൻസ് എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് പഴയ ഖംറ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഖംറ എടുക്കരുത്, പകരം ദൂക്കാൻ എടുക്കുക. ഏഞ്ചൽസ് ആൻഡ് ഷെയറിൻ്റെ DNA ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. സോ ഇതാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ മണം ലോങ്ജെവിറ്റി എന്ന് പറയുന്നത് രാത്രിയും വൈകുന്നേരം ഉപയോഗിക്കുക 8-9 മണിക്കൂറാണ്. വളരെ സ്ട്രോങ് ആണ്. ലൈറ്റ് പെർഫ്യൂം അല്ല, സ്ട്രോങ് പെർഫ്യൂമാണ്. ലോങ്ജെവിറ്റി 8-9 മണിക്കൂറാണ് ഇതിൻ്റെ ലോങ്ജെവിറ്റി വരുന്നത്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ്, 3-3.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. രാത്രിയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു 4 മണിക്കൂർ വരെ സ്ട്രോങ് പ്രൊജക്ഷൻ ആയിരിക്കും. പിന്നെ നല്ല സെൻക്ലോർ ഉണ്ട്. സോ അതുകൊണ്ട് രാത്രിയും വൈകുന്നേരം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്ന ഒരു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇവൻ ലേഡീസിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോൾ ഉപയോഗിക്കണം, ഏതൊക്കെ ഒക്കേഷൻ ഉപയോഗിക്കണം? ഒന്ന്, ഡേറ്റ് നൈറ്റ്, റൊമാൻറ്റിക് ഡിന്നറിനൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുക. അതുപോലെ നൈറ്റ് പാർട്ടികൾ, രാത്രിയിൽ അങ്ങനെ പാർട്ടികൾ, ആഘോഷങ്ങൾ, ആൾക്കൂട്ടത്തിനിടയിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിവാഹങ്ങൾ അല്ലെങ്കിൽ റിസപ്ഷൻ പോലുള്ള പരിപാടിയിൽ ഉപയോഗിക്കാം. പിന്നെ തണുത്ത സമയം, ഇപ്പോൾ മഴ ഇത്തിരി തണുപ്പായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ കാറ്റൊക്കെ വീശുന്ന സമയമാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് പെർഫ്യൂം ഭയങ്കര അട്രാക്റ്റീവായിട്ട് മാറും. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് അവന്. സോ ഇത് പകൽ സമയത്ത് ഉപയോഗിക്കുക, ഇവനെ രാത്രി അടിക്കുക. സോ ഇത് ഓഫീസ്, കോർപ്പറേറ്റ് സിറ്റുവേഷനിൽ അടിക്കുക, രാവിലെയും ഉച്ചയ്ക്കും
മാത്രം ഉപയോഗിക്കുക. ഇത് വൈകുന്നേരവും രാത്രി ഉപയോഗിക്കുക. അപ്പോൾ 2 ഒക്കേഷന് ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂമാണ് ഞാൻ കൊണ്ടുവന്നത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇത് ഫെറോഷെ രാവിലെയും ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ. ജ്യൂസിൻ്റെ കളറിന് ചെറിയൊരു ഗ്രീൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഹെർബൽ ഫ്രഷ് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒക്കെ ആ ഒരു ഫീൽ തരുന്ന ഒരു കണ്ണിനൊരു കുളിർമയുള്ള ഒരു ജ്യൂസ് കളർ ഗ്രീൻ സൈഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചും കൂടി എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വൈകുന്നേരവും രാത്രി ഉപയോഗിക്കാൻ അറബിയാത്ത് ആരിസ് ഇൻറ്റൻസ്. രണ്ട് ഒക്കേഷനിലാണ്, മാറിയും തിരിഞ്ഞും പോകരുത്. രണ്ട് സാഹചര്യം കൊണ്ട് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാവുന്നതാണ്.